കിട്ടിക്കൊണ്ടിരിക്കുന്ന റിവ്യൂസും കാര്യങ്ങളൊക്കെ ഡീസൻറ്റ് വാച്ചബിൾ ആയിട്ടുള്ളൊരു മൂവിയാണെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു സഫീനാൻ്റെ ഡയറക്ടറെ കുറിച്ച് അതിൻ്റെ റിസൾട്ടാണ് ഇപ്പോൾ തിയേറ്ററിൽ നല്ല റിവ്യൂസൊക്കെ നന്നായിട്ട് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നല്ല സ്ക്രീൻ പ്ലേസും കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ധ്യാനം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. എൻ്റെ റിസൾട്ടാണ് ഇപ്പോൾ തിയേറ്ററിൽ കാണുന്നത്. തീർച്ചയായിട്ടും ഇനിയും കാണാത്തവർ തിയേറ്ററിൽ എൻ്റെ സിനിമ കാണാമെന്നുള്ളതാണ് പറയാനുള്ളത്. കാരണം തിയേറ്റർ വാച്ച് തന്നെ ചെയ്തിരുന്ന സിനിമയാണ്. അത്രയും ക്വാളിറ്റി ഉണ്ടെന്നുള്ള തന്നെയാണ് നമുക്ക് കിട്ടുന്ന റിവ്യൂസും ഫീഡ്ബാക്കിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത്. അപ്പോൾ ഇന്നാൾ സപ്പോർട്ട് ചെയ്യുന്നവർ തന്നെ നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യും. ഈ സിനിമയും നല്ല രീതിയിൽ വരാനായിട്ട് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഓരോ മൗത്തിൽ കൂടിയാണ് കുറച്ചും കൂടി ആളുകളിലേക്ക് ഇപ്പോൾ സിനിമയുടെ റിവ്യൂസും ഫീഡ്ബാക്സൊക്കെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. അത് നല്ല കാര്യമാണ്. നല്ല സിനിമയാണെന്ന് കണ്ട അഭിപ്രായം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജനങ്ങൾ തിയേറ്ററിലേക്ക് വരും എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിൾ കൂടിയാണ്. തീർച്ചയായിട്ടും ഇനി കാണാത്തവർ തിയേറ്ററിലുള്ള സിനിമ കാണാൻ സപ്പോർട്ട് ചെയ്യും. താങ്ക് യു. ഈ ഒരു ക്യാരക്ടർ അതല്ല ഒരു കാര്യം ചോദിക്കണം. എയർക്രാഫ്റ്റിംഗ് തലക്കുന്ന പ്രശ്നം അതാണ് എയർക്രാഫ്റ്റ് എനിക്ക് പ്രശ്നം പറ്റിയില്ല. അവര് മറ്റേ സ്റ്റമക്കിന്റെ പറഞ്ഞു നീ അങ്ങനെ എന്തോ ചോദ്യം ചെയ്യുക. സോഷ്യലി കമ്മിറ്റഡ് ഓക്കെ. ഈ ഒരു ക്യാരക്ടർ ആക്ച്വലി ഭയങ്കര ഒരു ഡിഫറെന്റ് ആയിട്ട് ഫീൽ ചെയ്തു. റോണി ചേട്ടന്റെ പാട്ട് നോക്കുമ്പോൾ കോമഡി ആണെങ്കിലും വർക്ക്ഔട്ട് ഒരുപാട് കാര്യങ്ങൾ വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. ആ ഒരു ക്യാരക്ടർ കംപ്ലീറ്റ്ലി കൺവേ ആയിട്ടുണ്ട്. ചേട്ടന് അതിനുള്ളൊരു പ്രിപ്പറേഷൻസ് ഇവർ തന്ന ഒരു പറഞ്ഞല്ലോ കുറെ മാസം വെറുതെ നന്നായിട്ട് പ്രിപ്പറേഷൻ കിട്ടി. അതാണ് സത്യം. എന്റെ അടുത്ത് വന്നപ്പോ തന്നെ പറഞ്ഞു ചൂസ് ചെയ്ത് അവസാനം എന്റെ അടുത്ത് തന്നെ എത്തിയില്ലായിരുന്നു. പടങ്ങളൊക്കെ വരുമ്പോഴേ ഓരോരോ ക്യാരക്ടർ പലരും പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ചില സജഷൻസ് പറയും എപ്പോൾ റെഡി കിട്ടണമെന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ തന്നെ തെരുവുറത്തിന് പോയാലും നമ്മൾ കണ്ടിട്ടാണ്. അപ്പം പറഞ്ഞു മര്യാദയ്ക്ക് പറഞ്ഞ പടങ്ങൾ ചെയ്തു. അപ്പൊ ഞാനിപ്പോ കുറച്ച് വാതിലുകൾ തുറന്നിട്ടിട്ടുണ്ട്. ആ ഒരു ക്യാരക്ടറിന് എന്തെങ്കിലും ചേട്ടൻ സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും? ഞാൻ ഇന്ദ്രദീപിന്റെ അടുത്ത് പടം തുറന്നതിന് തലവിഷയം പറഞ്ഞു മീശ പരിപാടി കണ്ണൂർ സ്കോഡിന്റെ ആ ഒരു പരിപാടി മോളുടെ ബ്രേക്കിന്റെ മീശ എടുക്കുന്ന പരിപാടി അവര് പറഞ്ഞാണോ ഞാൻ പറഞ്ഞത് ഓർമ്മയില്ല. ഞാൻ പറഞ്ഞു അത് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് പരിചയമുള്ള ആളുടെ ഒരു മാട്രസ് നമ്മളൊക്കെ ചെയ്തു വെച്ചത് എഡിറ്റിലൊക്കെ നമ്മൾ കുറെ പോയി ചീപ്പ് എടുത്തിട്ട് നമ്മൾ തല ചെയ്യുന്നതും പിന്നെ മീശ ഇല്ലാത്ത മീശ നമ്മൾ ചെയ്യുന്നതും പിന്നെ അത് പിന്നെ ചില കാര്യങ്ങൾ നമ്മൾ ഓവർ ദി ബോർഡായി പോണ സമയത്ത് വളരെ എൻ്റെ അനുജനെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ട് ഓവറാട്ടോ കുറച്ചോളം അവൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കുറച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് അത് തിയേറ്ററിൽ വന്ന് പോകുന്നതിനൊക്കെ നല്ലല്ലോ. നമ്മളൊരു കോആക്ടർ പറഞ്ഞു തരണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ പുള്ളിയുടെ പടത്തിന്റെ ക്യാമറാമാൻ നമ്മുടെ കണ്ണൂർ സ്കോഡിന്റെ ഡയറക്ടറായിരുന്നു. ഇവർ നമ്മൾ ഓൾറെഡി സൗഹൃദങ്ങളുണ്ട്. അപ്പോൾ പല പിള്ളേരുടെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. എന്നാലും നമുക്കറിയാം. ശ്രീചേട്ടനെ ഒരു മൂവി കഴിയുമ്പോഴത്തേക്ക് എല്ലാവരും ഒരു ഇരുത്തം വന്നൊരു പോലീസുകാരുടെ കറക്റ്റ് ആയിട്ട് കൺവേ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ആ ഒരു ഞാൻ അങ്ങനെ അല്ല ഞാൻ ഞാൻ മൂന്നാമത്തെ പോലീസ് ക്യാരക്ടറാണ് ചെയ്യുന്നത്. എൻ്റെ ആദ്യത്തെ പോലീസ് ക്യാരക്ടർ വാർത്തകൾ എന്ന് പറയുന്ന സിനിമയിൽ പോലീസ് കോൺസ്റ്റബിൾ ആയിരുന്നു. CPO ജഗന്റെ മൂവിയിൽ അത് ഇറങ്ങിയിട്ടില്ല. അതിൽ SI ആയിട്ടാണ് പ്രൊബേഷൻ പീരീഡിൽ വരുന്ന SI ആയിട്ടാണ്. ഇതിലിപ്പോൾ CA ആയി. അപ്പോൾ ഇരുത്തം വരുമല്ലോ കോൺസ്റ്റബിളിൽ നിന്ന്. ഇതുപോലെ SI ആയി CA. അതിന്റെ ഇരുത്തം ഒന്നായിരിക്കും. ഇരുന്നിട്ട് IG ആയിരിക്കും. നമുക്ക് ഒരു ജയിലർ വന്നപ്പോ കറക്റ്റ് ഒരു ജയിലുള്ള ഒരു ക്ലാഷ് ചെയ്തു. ഇപ്പൊ തഗ്ലൈറ്റ് അതില് ഞാൻ ചേട്ടൻ അറിഞ്ഞുകൊണ്ടാണോ അങ്ങനെ ഇത്ര ധൈര്യമുള്ള ഒരു അല്ല ആ ധൈര്യം എനിക്ക് ജനിച്ചപ്പോ മുതലുണ്ട് വേറെ കാര്യം. പക്ഷെ അത് നമ്മുടെ സുഹൃത്ത് ഡയറക്ടർ സിനിമയാണ് ബാലുന്നുണ്ട്. അവനാണ് പുള്ളിയാണ് നായകൻ. അപ്പൊ എന്നെ ഒരു അര ദിവസത്തേക്ക് ഞാൻ ചേട്ടാ ഒരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഞാനത് വളരെ അതാ പറഞ്ഞേ അവൻ വിളിച്ചാലും ഞാൻ പോകും, നീ വിളിച്ചാലും ഞാൻ വരും. അത്രേ ഉള്ളൂ. ഇത് നമ്മുടെ ജോലിയല്ലേ. അതല്ല ഞാൻ അതിനകത്ത് ഒരു അര ദിവസത്തെ അല്ലെങ്കിൽ ഒരു 1-2 സീറ്റിൽ മാത്രമേ ഉള്ളൂ. എന്താണ് നമ്മളെന്താണെന്ന് സ്വീകരിക്കും. അത്രേ ഉള്ളൂ.
ഏതാ അത് നിങ്ങൾ ഉപയോഗിക്കുന്നില്ലേ? അപ്പൊ പിന്നെ അവരെ ഉപയോഗിച്ചോക്കണം. നന്ദി.